ചങ്ങൈമാർ എല്ലാവർക്കും സുഖല്ലേ? 2 ദിവസമായിട്ടുണ്ടല്ല നമ്മൾ അൻസാരി ഉസ്താദും മുസംഗി റിഷാദ് സുല്ലമില്ലേ മൂപ്പർ തമ്മിൽ ജോറം പ്രശ്നം നടക്കിയിരുന്നു. പ്രശ്നം എന്ന് വെച്ചാൽ അത്ര ഭയങ്കരമായ പ്രശ്നമല്ല. ഈ റിഷാദ് സുല്ലമില്ലേ മുസംഗി അൻസാരി ഉസ്താദിനെ ചൊറിഞ്ഞി. അൻസാരി ഉസ്താദ് എന്ത് ചെയ്ത് ഈ മുസംഗി റിഷാദ് സുല്ലമിക്ക് വയറ് നിറയെ കൊടുത്ത്. എന്നിട്ടുണ്ടല്ല കിട്ടിയത് പോരാഞ്ഞിട്ട് ഈ റിഷാദ് സുല്ലമി വീണ്ടും ഇന്നലെ അൻസാരി ഉസ്താദിനെ ആദ്യം ചൊറിഞ്ഞു. അൻസാരി ഉസ്താദ് എന്താക്കി ഇന്ന് കുറച്ച് നേരത്തെ ഉണ്ടല്ല റിഷാദ് സുല്ലമിക്ക് വീണ്ടാമതും വയറ് നിറയെ കൊടുത്ത്. എന്തായാലും ഞാൻ ആദ്യം തന്നെ ഉണ്ടല്ല റിഷാദ് സുല്ലമി മിനിഞ്ഞാന്ന് അൻസാരി ഉസ്താദിനെ ചൊറിഞ്ഞില്ലേ, ആ ചൊറിച്ചിലും അൻസാരി ഉസ്താദിന് അതിന് കൊടുത്ത അടിപൊളി മറുപടി ഞാൻ കേൾപ്പിച്ചു തരാം. അതിനുശേഷം നമുക്കുണ്ടല്ല റിഷാദ് സുല്ലമിന് ഇന്നത്തെ ചൊറിച്ചിലും അതിന് ഉസ്താദ് ഇന്ന് കൊടുത്ത മറുപടിയും കേൾക്കാം. ആദ്യം നമുക്ക് റിഷാദ് സുല്ലമിക്ക് അൻസാരി ഉസ്താദ് മിനിഞ്ഞാന്ന് കൊടുത്ത മറുപടി കേൾക്കാം. ആലപ്പുഴക്കാരോട് ആ പറയുന്ന ചിമ്പാൻസി സുഹിരിയെ ഞാൻ വെറുതെ വിട്ടു എന്നും ബാപ്പാക്ക് മറുപടി പറയല ഞാൻ. എന്നിട്ടല്ലേ ഈ ചിമ്പാൻസിക്ക് ഞാൻ മറുപടി പറയുന്നത്? ഉണ്ടോ അതെല്ലാവരും ഈ പറയുന്ന ചിമ്പാൻസി സുഹിരിയുടെ ഇല്ലാത്ത സന്തോഷം. റിഷാദ് സുല്ലമി, സംഭവം ഈ ചിമ്പാൻസിയെ പോലെ സുഹരി ഇരിക്കുന്നതോ സുഹരിനെ പോലെയാണ് ചിമ്പാൻസി എന്ന സംഭവം? എന്തോ സംഭവം രണ്ടിലേതായിരുന്നാലും ഒരു കാര്യം ഞാൻ പറയാം. ചില ആളുകളൊക്കെ രഹസ്യമായിട്ട് എനിക്ക് വന്ന് പറയലുണ്ട് അൻസാരി സുഹരി ഈ കരിമ്പിൻ മിഷീനകത്തിട്ട് വലിച്ച ഒരു ദുൽഖർ സൽമാനാണ്. ഏതോ ആയിക്കോട്ടെ, സംഭവം ശരിയാണ്. ഞാൻ നോക്കിയേ, എൻ്റെ അതേ രൂപമാണ് ഈ ചിമ്പാൻസിക്ക്, അല്ലെങ്കിൽ ചിമ്പാൻസിയുടെ അതേ രൂപമാണ് എനിക്ക്, തർക്കമില്ല. ചിമ്പാൻസി സൂര്യൻ. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. റിഷാദ് സുല്ലമി, എൻ്റെ വാപ്പാടെ പേര് അഷ്റഫ് എന്നാണ്. വാപ്പാക്ക് മീൻ കച്ചവടമാണ്. മൂപ്പര് രാവിലെ സുബഹി നമസ്കാരം അനന്തരം 2 വീലറിൽ ബോക്സ് വെച്ച് കെട്ടിക്കൊണ്ട് ഇങ്ങനെ കൂവിയിട്ട് മീൻ കച്ചവടം ചെയ്യുന്ന ആളാണ്. മൂപ്പര് ഹലാലായ വരുമാനം കൊണ്ട് ഹലാലായ ഭക്ഷണം തന്ന് വളർത്തിയാണ്. ഇപ്പൊ ഞാൻ ഒരു മുസ്ലിയാരായിട്ടുണ്ട്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇന്ന് വരെ നയാ പൈസ ഒരു മനുഷ്യന്റെയും അസന്മാർഗിക മാർഗത്തിലൂടെ ഞാൻ സമ്പാദിച്ചിട്ടില്ല, ആരെയും പറ്റിച്ചിട്ടില്ല. എന്നാ സുല്ലമി, നീ അങ്ങനാണടാ. നീ ജനങ്ങളെ വട്ടത്തിലും നീളത്തിലും ത്രികോണത്തിലും ഒക്കെ വിറ്റിട്ടില്ലേ? ഈ വാർത്ത ഒന്ന് കണ്ടു നോക്കിയേ. ഹലാൽ ആട് ബിസിനസ് കോടികൾ തട്ടി. റിഷാദ് സുല്ലമി. എടാ സംഭവം എന്റെ മോന്ത ഇച്ചിരി കറുത്തും കൂടിയൊക്കെ ഇരിക്കുന്നു. എടാ ഞാൻ ഈ താടിയൊക്കെ വെട്ടി ഒതുക്കിയാൽ ജൂനിയർ മമ്മൂട്ടിയാ. ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ നിന്നേക്കാളൊക്കെ ഗ്ലാമറാ. പിന്നെ ഞാൻ വേണ്ടെന്ന് വിചാരിച്ചിട്ടാ. അത് പോട്ടെ, കരിമ്പിൻ ജ്യൂസിന്റെ മിഷീനകത്തിട്ട് വലിച്ച മമ്മൂട്ടിനെ പോലെ ആവും ഞാൻ. പക്ഷേ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് എത്ര കുരങ്ങനെ പോലിരുന്നാലും ഒരു മനുഷ്യനെയും അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇതുവരെ വഞ്ചിച്ചിട്ടില്ല. ആടിന്റെ ഉൻസൈനി അത് കൊടുക്കാന്ന് പറഞ്ഞ നാട്ടുകാരെ മൊത്തം പറ്റിച്ചില്ലേ നീ? അല്ലേ? ഹലാൽ ആട് ബിസിനസ് പറഞ്ഞ കോടികൾ പറ്റിച്ചിട്ട് നീ മുങ്ങിയില്ലേ? നീ ജനങ്ങൾക്ക് മുഴുവനും പ്രഭാഷണം നടത്തിയവരല്ലേ പള്ളിയിരുന്ന്? എടാ സുല്ലമി, ജനങ്ങൾക്ക് മുഴുവനും നീ വഴന്ന് പറഞ്ഞു കൊടുത്തവരല്ലേ? കരാറ് പാലിക്കണമെന്നും പലിശ തിന്നാൻ പാടില്ലെന്നും ഹലാലായ മാർഗത്തിൽ വരുമാനം ഉണ്ടാക്കണമെന്നും വാക്ക് പറഞ്ഞ പാലിക്കണമെന്നും പറഞ്ഞ നീ ജനങ്ങളെ നിന്ന് മുഴുവനും പൈസ തട്ടിക്കൊണ്ട് പോയി അവസാനം ആളുകൾ പിടിച്ച് പോലീസ് കേസായെല്ലാം കഴിഞ്ഞപ്പം സംരക്ഷണത്തിന് വേണ്ടി ഇപ്പം BJPയിൽ അഭയം പ്രാപിച്ചു. എടാ ഞങ്ങളൊക്കെ ഹലാലായ വരുമാനം കൊണ്ട് ഹലാൽ നിന്നതുകൊണ്ട് കറക്റ്റ് പ്രതലത്തിൽ തന്നെ ഉള്ളത്. നീ എങ്ങനെയാണ് ചാടി കളിക്കല്ലേ? അതാണ് ഹലാലും ഹറാമും തമ്മിലുള്ള വ്യത്യാസം. അല്ലാത്ത സന്തോഷം വലിയൊരുനാളും വെള്ളിയാഴ്ച ഒന്നിച്ചു വന്നതുപോലെ അൽഹംദുലില്ലാ. ഈ കിട്ടിയത് പോരാഞ്ഞിട്ട് സുല്ലമി ഇന്നലെ വീണ്ടും അൻസാരി ഉസ്താദിനെ ചൊറിഞ്ഞു. അൻസാരി ഉസ്താദ് അതിനുള്ള മറുപടി ഉണ്ടല്ല ഇന്ന് നല്ലോണം നമ്മളെ സുല്ലമിക്ക് കൊടുത്ത്. നമുക്ക് സുല്ലമിയുടെ ഇന്നത്തെ ചൊറിച്ചിലും ഇന്നത്തെ അൻസാരി ഉസ്താദിന്റെ അതിമനോഹരമായ മറുപടി കണ്ടിട്ട് വന്നാലോ? എന്റെ ചിമ്പാൻസി സുഹിരി, നിന്റെ പിറവിയിൽ രക്തശുദ്ധിയുള്ളവനാണ് നീ എങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു നിന്നെ. നീ ഒരു പത്രക്കട്ടിങ് കാണിച്ചിട്ട് ഈ ഹുത്തുബയിലൂടെ ആളുകളെ പറഞ്ഞു വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ. ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു. നിന്റെ രക്തശുദ്ധിയിൽ നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ കേരളത്തിലും കർണാടകത്തിലും തമിഴ്നാട്ടിലും അവിടെയുള്ള ഓരോ പ്രധാനപ്പെട്ട ആസ്ഥാന പള്ളികളിൽ ഹുത്തുബ നടത്തിയവനാണ് ഞാൻ. ഏതെങ്കിലും ഒരു ഹുത്തുബയിൽ എന്റെ ഒരു പ്രഭാഷണത്തിൽ ഈ ഹലാലായ ബിസിനസിനെ കുറിച്ച് ഒരു അക്ഷരമെങ്കിലും പരാമർശിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയെ ആ ഒരു ബിസിനസിലേക്ക് ഞാൻ ക്ഷണിച്ചു എന്ന് അസ്ലും ഫസ്ലുമുള്ള തന്തയും തറവാടുമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യനെ കൊണ്ട് നിനക്ക് പറയിപ്പിക്കാൻ കഴിയുമോ? ഒരു മനുഷ്യനെ കൊണ്ടുവരാൻ മിസ്റ്റർ ചിമ്പാൻസി നിന്നെ കൊണ്ട് പറ്റുമോടാ? A few moments later.
കോൺഫിഡന്റ്, അത് പൊളിച്ച് ആ കോൺഫിഡന്റ്, ആ ധൈര്യവും സ്ഥൈര്യവും ഒരാളെയെങ്കിലും കൊണ്ടുവരാന്ന് ചോദിക്കുന്നു. ഒന്നല്ല, ആ പ്രഭാഷണം കേട്ട ഒരുപാട് പേരെ കൊണ്ടുവരാം. മറ്റു വാർത്തയിലേക്ക്. ആടുവളർത്തൽ പദ്ധതിയുടെ പേരിൽ 30 കോടി രൂപയിലധികം തട്ടിയെടുത്തതായി പരാതി. ഹലാൽ രീതിയിൽ വരുമാനമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പെന്ന് പണം നഷ്ടപ്പെട്ടവർ പറഞ്ഞു. അപ്പൊ ഞാൻ അയാൾ പ്രസംഗം കേട്ടുകാണ്ട് ഒരു മിമ്പർമക്കാരിന്ന് നല്ലൊരു പ്രസംഗം കേട്ടു. അത് കേട്ടുകാണ്ടാണ് ഞാൻ കൂടിയത്. ആ മനസ്സകമിൽ മുഹബത്ത് പെടുത്ത് മുണ്ടലെല്ലാം തൂത്ത് ചാക്കിട്ട് വലിച്ച് മണമില്ലേലും മരതകം തട്ടിക്കൂട്ടി മണവാട്ടി ഞെരുങ്ങി നിന്നേ. പ്രസംഗം കേട്ടു. അത് കേട്ടുകാണ്ടാണ് ഞാൻ കൂടിയത്. നല്ല പിന്നെ വാപ്പാനും ഇമ്മാനൊക്കെ നല്ല നോക്കണം. എന്ത് കാര്യം ഉണ്ടെങ്കിലും വാപ്പാരോട് ചോദിച്ചിട്ടേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഒരാളെ വഞ്ചിക്കരുത്. അങ്ങനത്തെ പ്രസംഗം കേട്ട് അത് കേട്ടുകാണ്ടാണ് ഞാൻ കൂടിയത്. സുല്ലമി വല്ല കാര്യമുണ്ടാ? ഏറ്റവും മനോഹരമായി പ്രതികാരം ചെയ്യാൻ അവസരം കിട്ടുമ്പം അവിടെ ഒന്ന് ഒതുങ്ങുന്നതായിരിക്കും ഹൈർ എന്ന് വിചാരിച്ചിട്ടാണ് നീ പറഞ്ഞതുപോലെ 10-20 മിനിറ്റൊക്കെ എടുത്ത് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ. എൻ്റെ നാവ് വഴങ്ങുന്നേ. അത് ചെയ്യാതിരിക്കുമ്പോഴാണ് അത് മനോഹരമാകുന്നത്. മേൽപോട്ടുയരും വീർപ്പുകൾ താഴോട്ടെത്തുമെന്നാരറിയും, മേൽക്കുമേലാൽ വാരി കൂട്ടിയിട്ടെന്തൊരു ഫലമറിയും. മായാ ദുനിയാവിന്റെ മതിപ്പിൽ മാനസമിന്നറിയും, മണ്ണിൽ നിഴൽ പോലൊപ്പം മരണം ഉണ്ടെന്നും അറിയും. മന്ത്രിക്കും തന്ത്രിക്കും രാജനുമെല്ലാം ഖബറിടമൊരുപോലെ, മാളിക തട്ടുകൾ കട്ടിലും മെത്തകളില്ലല്ലോ നാളെ. മൗത്തിനപ്പുറമുള്ളൊരു ലോകം ഓർമ്മയിലില്ലാതെ, മതിമതിച്ചുള്ളൊരു കീഴുന്നുണ്ടോ ഖബറിൽ വല്ലാതെ. എങ്ങോട്ടാണ് ഈ മതിമതിക്കുന്നത്? ഈ മതിച്ച് എങ്ങോട്ടാണ് ഈ പോകുന്നത്? 1000 വട്ടം ചിമ്പാൻസി സൂര്യ എന്ന് പറഞ്ഞാൽ എനിക്കതൊക്കെ എന്നെ ഹർഷമണിയിക്കുന്ന പോലെ എനിക്ക് അത്ര സന്തോഷമാ. എന്ത് സംഭവിക്കാനാണ്? അള്ളാഹു തല തന്ന രൂപമല്ലേ. ഇനിയും വിളിക്കണം, അയാം ചിമ്പാൻസി സൂരി. ഒന്നുകൂടെ വിളിച്ച ഒരു മനുഷ്യ കുഞ്ഞിനെ കൊണ്ടുവരാൻ മിസ്റ്റർ ചിമ്പാൻസി സുക്രി എന്നെ കൊണ്ട് പറ്റും. ആള് ഞാനാണ്, അയാം ചിമ്പാൻസി സൂരി. മതവിശ്വാസമനുസരിച്ച് വരുമാനമെന്ന വാഗ്ദാനത്തിലാണ് എല്ലാവരും പണം നിക്ഷേപിച്ചത്. തന്തയും തറവാടുമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യനെ കൊണ്ട് നിനക്ക് പറയിപ്പിക്കാൻ കഴിയുമോ? എന്റെ മുസങ്കി സുല്ലമി, നീ ഉണ്ടല്ല കളിച്ച ആള് മാറിപ്പോട്ടാ. ഉസ്താദിനോട് കളിക്കാൻ വേണ്ടിട്ട് നീ വളർന്നിട്ടില്ല. എന്റെ സുല്ലമി, നീ ഉണ്ടല്ല അൻസാരി ഉസ്താദിന് മുന്നിൽ സുല്ലിട്ട് സുല്ലമി. പിന്നെ അൻസാരി ഉസ്താദിനെ നീ ഭയങ്കരമായിട്ട് ചിമ്മാൻസി എന്നെല്ലാം വിളിക്കുന്നുണ്ടല്ല. അൻസാരി ഉസ്താദ് ഉണ്ടല്ല നല്ല സുന്ദരനാ. സുന്ദരൻ എന്ന് പറഞ്ഞാൽ അതിസുന്ദരൻ. അത് കാണാനുണ്ടല്ല നല്ല മനസ്സ് വേണം. നന്മയുള്ള മനസ്സുണ്ടെങ്കിലേ അൻസാരി ഉസ്താദിന്റെ ആ സൗന്ദര്യം നിനക്ക് കാണാൻ പറ്റൂ. നിന്നെ പോലെ ആൾക്കാരെ പഠിച്ച് ജീവിക്കുന്നില്ലേ? ആൾക്കാരെന്ന് പറഞ്ഞാല് പാവങ്ങളാ, പച്ച പാവങ്ങളെ പഠിച്ച് ജീവിക്കുന്ന നാറികളില്ലേ? അത്തരം നാറികൾക്കൊന്നുണ്ടല്ല മനുഷ്യന്റെ സൗന്ദര്യം ഉണ്ടല്ല. ആ സൗന്ദര്യം, മനസ്സിന്റെ സൗന്ദര്യം ഇല്ലേ, ആ സൗന്ദര്യം ഒരിക്കലും കാണാൻ പറ്റൂല. അതുകൊണ്ട് ഇപ്പൊ ചാണകം കൊണ്ടിരുന്നിട്ട് നാറിയ പരിപാടി എടുക്കുന്ന സുല്ലമി, നീ ഉണ്ടല്ല ചാണകങ്ങളോട് നിന്റെ നാറിയ കളി കളിച്ചോട്ടാ. നീ വെറുതെ നമ്മുടെ അൻസാരി ഉസ്താദിനെടുക്ക, ഉസ്താദിനെടുക്ക ഇനി മുട്ടാൻ വരണ്ടാട്ടാ. നീ ഇനിയും മുട്ടിക്കഴിഞ്ഞാണ്ടല്ല അൻസാരി ഉസ്താദി ഇതിലും വലിയ മുട്ട് എനിക്ക് തരും. ഇതിലും വലിയ മുട്ട് നിനക്ക് കിട്ടിയാണ്ടല്ല നീ തവിട് പൊടിയാവും എന്റെ മുസങ്കി. അതുകൊണ്ട് കുറെ കാലം പാവങ്ങളെ പഠിച്ച് ജീവിച്ച് ഇനി സംഖ്യയിലുണ്ടല്ല, സംഖ്യകളെ വേണമെങ്കിൽ എത്ര വേണമെങ്കിലും അടിപൊളിയായിട്ട് നീ പഠിച്ചോ. അത് നമുക്ക് യാതൊരു കുഴപ്പമില്ല. അല്ലാണ്ട് നീ അൻസാരി ഉസ്താദ് നെഞ്ചത്ത് കയറാൻ വന്നു കഴിഞ്ഞാല് നീ സംഖ്യകളെ പറ്റിക്കുന്നില്ലേ, ആ പറ്റിക്കവരെ നമ്മൾ നിർത്തിക്കും കേട്ടോ. അപ്പൊ മുസങ്കി സുല്ലമിക്ക് വയറ് നിറയെ കൊടുത്ത അൻസാരി ഉസ്താദിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുല്ലാൻ.